ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ദുബായ് സീരീസ് ആണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദുബായ് സീരീസിലെ 4th എപ്പിസോഡാണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ദുബായ് മറീനയിലുള്ള ഒരു സ്പീഡ് ബോട്ട് റൈഡാണ്. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ മിസ്സായ സ്പീഡ് ബോട്ട് റൈഡ് അതാണ് ഇന്ന്. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. For 6-7 years since every day we lose. I also just okay, so നമ്മുടെ സ്പീഡ് ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ 10 മണിക്കായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ ഒരു ടൂർ ഗൈഡ് എന്ന് വെച്ചാൽ മറിയം എന്നായിരുന്നു കുട്ടിയുടെ പേര്. ഫിലിപ്പൈൻസ്കാരിയാണ്. സ്റ്റാർട്ടിങ് തന്നെ മറിയം നമ്മൾ പാസഞ്ചേഴ്സ് ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ പേരും നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നും ഒക്കെ ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. ഇതൊരു 19 minutes സ്പീഡ് ബോട്ട് റൈഡാണ്. ഞാൻ പറഞ്ഞ പോലെ രാവിലെ 10 മണിക്കാണ് തുടങ്ങിയത്. പോകുന്ന വഴിക്ക് തന്നെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്പോട്സിലൊക്കെ നിർത്തും. എന്നിട്ട് അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇത് വൺ ഓഫ് ദി അട്രാക്ഷൻ ആയിരുന്നു പോയ സമയത്ത്. ഇത് ഈ പ്ലെയിൻ വന്നിട്ട് സ്കൈ ഡൈവിങ്ങിന് കൊണ്ടുപോകുന്ന പ്ലെയിനാണ്. അപ്പം അത് ഇതിനടുത്ത് തന്നെയാണ് ദുബായ് സ്കൈ ഡൈവിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. ആര്യനാണെങ്കിൽ ഈ പ്ലെയിൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവന് എത്തി ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് ഇതാണ് ഐൻ ദുബായ്. അപ്പം നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ, ഗ്ലോബൽ വില്ലേജിൽ പോകുന്നൊരു വീഡിയോയിൽ ഒരു ഫെറിസ് വീല് കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ലണ്ടനായി പോലെ ഉണ്ടെന്ന്. അപ്പം ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടെയും ഉണ്ട് ഒരു ലണ്ടനായി പോലെ, അതാണ് ഐൻ ദുബായ്. അതാണിത്. അത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആയിരുന്നു തോന്നുന്നു, ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, പ്ലീസ് കാണാത്തവർ കാണും. അപ്പം പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരു 11 o'clock ആയിരുന്നു സ്പീഡ് ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല വെയിലായിരുന്നു. വെയിലെങ്കിൽ പോലും കാറ്റുണ്ടായതുകൊണ്ട് അധികം നമ്മൾ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ പോകുമ്പം രാവിലെയാണ് പോകുന്നതെങ്കിൽ നല്ലപോലെ സൺസ്ക്രീനും നല്ല കൂളിംഗ് ഗ്ലാസും എല്ലാം ഇട്ടിട്ട് സെറ്റായിട്ട് പോവുക. ഇതൊരു വൺ ഓഫ് ദി ഒരു ലക്ഷറി ഹോട്ടലാണ്, കെംപിൻസ്കി ഹോട്ടൽ എന്ന് പറയും. എനിക്ക് തോന്നുന്നു ദുബായിൽ ഈ ജുമേറ ബീച്ച് സൈഡിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. എല്ലാം ലക്ഷറി ഹോട്ടൽസ് ആണ്. ഇതിന്റെ സ്ട്രക്ചർ തന്നെ പറയേണ്ടതാണ്. ഇവിടുത്തെ ഹോട്ടലിന്റെ ഓരോ സ്ട്രക്ചറും ഓരോന്നും ഓരോ രീതിയിലാണ്. ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇത് വൺ ഓഫ് ദി ലക്ഷറി ഹോട്ടലാണ്. ഇത് അറ്റ്ലാന്റിസ് ദ പാം എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ അടുത്ത് വന്നപ്പോഴും അവരൊന്ന് നിർത്തി അതിനെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഒക്കെ തന്നായിരുന്നു ഗൈഡായ മറിയം. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് അറ്റ്ലാന്റിസ് ദ റോയൽ എന്ന് പറയുന്ന വേറൊരു ഹോട്ടൽ. ഇതൊക്കെയാണ് മെയിൻ സ്പോട്ട്സ്. ഇത് വൺ ഓഫ് ദി 7-star ഹോട്ടലാണ്, ബൂർജ് അൽ അറബ്. ജുമേറ ബീച്ച് റെസിഡൻസ് ഏരിയ ആണ് ഇതൊക്കെ. ആനന്ദ് അംബാനി പിന്നെ ഷാറുഖ് ഖാന്റെ ഒക്കെ വീടുകളും റിസോർട്ടും ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് അന്ന് മറിയം പറഞ്ഞത്. ഓവറോൾ ഇറ്റ് വാസ് എ നൈസ് റൈഡ്. Hi guys. ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫുഡ് ക്യാപിറ്റൽ ഓഫ് UAE കരാമയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ സാധനത്തിന് വേണ്ടി ഫലൂദ കഴിക്കാൻ വേണ്ടി ഫലൂദ നേഷനിൽ വന്നിരിക്കുകയാണ്. ഓടിയോട് Mumbai ka king faluda. മുംബൈ കിങ് ഫലൂദ, നമ്മള് മാംഗോ പാഷൻ ഫലൂദ. Mine is better. And second thing, don't subscribe. തിരിക്കാൻ ശ്രദ്ധ. ഫലൂദയുടെ ഒറിജിൻ പറ, നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എഴുതിയത് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സംഭവം
ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. Faluda is a cold dessert popular. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലൊന്നും അല്ല, ആണ്. പോപ്പുലർ ആണ് അവിടെ. I will tell you something. മുഗൾ See, Faluda is a cold dessert popular in the Indian subcontinent. Traditionally, it is made from mixing round syrup, country vermicelli, sweet basil seed, and pieces of jelly with milk, often topped with a scoop of ice cream. Faluda was originated in Shiraz, a place in Iran. And it is also known as Shirazi Faluda. In the 16th to 18th century, Mughal kings ruled India and Indian subcontinents created a cold dessert beverage called Faluda, which has originated from the earlier popularity of Faluda. ചേട്ടൻ വന്നല്ലേ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളുടെ ദുബായ് നൈറ്റ് ലൈഫ്. ഇപ്പോൾ ഇവിടെ 6:30 അപ്പൊ നമ്മൾ ഇത് ഏതാ സ്ഥലം? ഡൗൺ ടൗണിലാണ് നമ്മൾ ഇപ്പോൾ കാറിൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. രാവിലത്തെ സ്പീഡ് ബോട്ട് റൈഡും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായിലെ സെക്കൻഡ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഹോട്ടൽ, അതിന് ചെറിയ റൂം ടൂർ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ബുർജ് ഖലീഫയുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഹോട്ടൽ എടുത്തത്. നല്ലൊരു വ്യൂ ആയിരുന്നു, അതിന്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. Oh, you get the free magnet. And only it's not free. It's not a waste time. We get the free magnet. We get the free magnet. നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബുർജ് ഖലീഫയുടെ അടുത്തോട്ട് വരുമായിരുന്നു. നമ്മൾ ക്യാബും കാറും ഒന്നും എടുത്തില്ല, കാരണം നടക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ട് നമ്മൾ ബുർജ് ഖലീഫയുടെ അടുത്തോട്ട് പോയി. ദുബായ് മോൾ അതിനടുത്താണ്. അവിടെ ഉള്ളവർക്ക് അറിയാം, ദുബായ് മോൾ ഭയങ്കര വലിയൊരു മോളാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തൊന്നും ഇല്ല, അതിനകത്ത് കയറി ലോസ്റ്റ് ആവുമെന്ന് തോന്നുന്നു. നമ്മൾ ബുർജ് ഖലീഫയുടെ അകത്ത് കയറിയില്ല, നമ്മൾ വെളിയിൽ നിന്ന് തന്നെ നമ്മൾ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ദുബായ് മോളിൽ പോവായിരുന്നു. കാരണം രാവിലെ ഞാൻ പറഞ്ഞില്ലേ സ്പീഡ് ബോട്ട് റൈഡ് നല്ല ടയറിങ് ആയിരുന്നു. സംഭവം നല്ലായിരുന്നു, പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ടൈമിങ്ങിന്റെ പ്രശ്നമായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല രാവിലെയാണ് എടുത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇനി പോകുന്നവര് വൈകിട്ടത്തെ സ്ലോട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം രാവിലെ നല്ല വെയിലായിരുന്നു, കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ക്ഷീണിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അധികം അങ്ങോട്ട് വേറൊരു സ്ഥലത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ബുർജ് ഖലീഫ കയറാനുള്ള ഒരു എനർജി ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഒരു ഏരിയ ആയിരുന്നു. നിങ്ങളിപ്പോൾ കണ്ട പോലെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്, ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു അവിടുത്തെ നാഷണൽ ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫുള്ളി ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കുമായിരുന്നു. അല്ലെങ്കിലും ദുബായ് അങ്ങനെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദുബായ് നൈറ്റ് ലൈഫ് ഇങ്ങനെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തൊരു വലിയ ബിൽഡിംഗ് ആണല്ലേ. താഴേന്ന് ഇങ്ങനെ തലയൊക്കെ കുനിഞ്ഞ് നോക്കണം.
ഇത് മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി. പിന്നെ ദുബായ് മോളിന്റെ അകത്ത് കയറിയാൽ തന്നെ അവിടെ ചില ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ബുർജ് ഖലീഫ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ആൾക്കാരൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഈ സീ ലൈഫ് ആൻഡ് അക്വേറിയം ദുബായ് മോളിന്റെ അകത്ത് തന്നെയാണ്. പിന്നീട് നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവായിരുന്നു. അടുത്ത് തന്നെയാണ് ഹോട്ടലെങ്കിലും നമുക്ക് ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ക്യാബിലാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഒരു വീഡിയോയും കൂടെ ഉള്ളൂ ദുബായ് സീരീസ്, അത് കഴിഞ്ഞ് നമ്മൾ ദുബായ് സീരീസ് തീരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.